2 3 4 5 5 ഹെലികോപ്റ്ററിന്റെ ചിറകല്ല കേട്ടോ, കാറ്റാടിന്റെ ചിറക്. ഇന്നലെ കഴിഞ്ഞ് രാത്രിയാണ് പോകുക കേട്ടോ. ഏകദേശം ഒരു 12 ശേഷം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ബാംഗ്ലൂര് മൈസൂരൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആന്ധ്ര ബീജാപൂരിലേക്ക് ഇങ്ങനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് പോകുന്നത് വെച്ചാൽ, നമ്മൾ ചെറുനാരങ്ങ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചെറുനാരങ്ങ എടുക്കുന്ന വീഡിയോ കുറേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചിലവ് നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മളൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു വീഡിയോസാണ്. ബീജാപൂര്, തെനാലി, ബാന്ദ്ര, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ബീജാപൂരിക്കാണ് നമ്മൾ ചെറുനാരങ്ങ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി വിഷ്വൽസും അവിടുത്തെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്, ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് കമൻറ്റൊക്കെ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി വീഡിയോ ഇനി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എന്താ വെച്ചാൽ, അതിന് ശേഷം ഒന്നും ഇൻട്രോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ആന്ധ്രക്ക് കഴിഞ്ഞ് ബീജാപൂർക്ക് ഹോസ്പോട്ടൊക്കെ ഇനി ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ഉണ്ട്. ഹോസ്പോട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ബീജാപൂര്, അവിടുന്ന് പിന്നെയും പോകണം. ഹോസ്പോട്ടൊക്കെ ഇനിയിപ്പോൾ 21 കിലോമീറ്റർ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. കണ്ട സാധനമാണ് കേട്ടോ, കാറ്റാടി. ആ റെഡ് ലൈറ്റ് ഫുള്ള് കത്തിയത് ഈ സാധനമാണ്, നമ്മളെ ഫാന് കാറ്റാടി പാടം. അതാണ് ഈ കാണുന്നത് ഫുള്ള്. അത് എടുത്തേക്ക് വന്നപ്പോൾ ഇതാണ്. നമ്മളിപ്പോൾ രാത്രി ഏകദേശം ഇപ്പോൾ 5:30 മണിയായിരിക്കണേ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണാൻ സാധിക്കാഞ്ഞത്. നേരം വെളുത്ത് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. കാണാൻ സാധനം എടുത്തേക്ക് എത്തിയപ്പോൾ കാണാം. ഈ പകലാവുമ്പോൾ നേർക്ക് ഒന്നുകൂടി നമുക്ക് കാണാം. അങ്ങനെ ഫുള്ള് ഉണ്ട്, ഒരു മല ഫുള്ള്. ഇവിടുന്ന് ഫുള്ള് ഒരു ഏരിയ ഫുള്ള് തന്നെയാണ് ഈ കാണുന്ന പാടങ്ങൾ. ഫാൻ മില്ല്, ആ റെഡ് ലൈറ്റ് കത്തുണ്ടല്ലോ, ആ റെഡ് ലൈറ്റ് കത്തുന്നത് ഫുള്ള് തന്നെ ഈ സംഗതി. പകലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാം. പിന്നെ അതിൻ്റെ വലിപ്പം നീളം അപാരാട്ടോ. ഇങ്ങനെ നിൽക്കണേ കാണണ്ട. നമ്മൾ അട്ടപ്പാടിയിൽ നമ്മൾ പോയി കണ്ടീനി, അതിൻ്റെ അടുത്ത് പോയി കണ്ടീനി. ഭയങ്കര സൗണ്ടുമാണ്. പിന്നെ ഈ കാണുന്ന ഫുള്ള് ഇതിൻ്റെ അപ്പുറമൊക്കെ ഫോറസ്റ്റാണ്. രാവിലത്തെ കാഴ്ച കേട്ടോ. അപ്പം നേരെ പരപരാ വെളുത്ത് സമയം ഇപ്പോൾ
8 അപ്പോൾ ആന്ധ്രാപ്രദേശൊക്കെ ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ആൾക്കാരൊക്കെ കൃഷിയിടത്തിലേക്ക് പോയി അവനവനെ ജോലിക്ക് ഇങ്ങനെ വേണ്ടി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി. ചുറ്റുപാടുകൾ ഭയങ്കര നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ ഇന്നലെ എന്താണ് ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്ക് ഇന്നലെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. നാട്ടിൽ നിന്ന് 4 മണിക്ക് പുറപ്പെട്ട് ഇപ്പം ഇന്ന് ഇപ്പോൾ 6 മണിയായിട്ട് നമ്മളിവിടെ എത്തിയിട്ടില്ല. ഏകദേശം 800, 850, 900 കിലോമീറ്ററോളം റണ്ണിങ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു അടിപൊളി പ്രൊഡിച്ചാണ് ഇവിടുത്തെ. പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ റോഡ് തന്നെ വീടിലും റോഡാണ്, അടിപൊളി റോഡും നല്ല യാത്ര പോയ എത്ര ആയാലും മടുക്കാത്തൊരു അടിപൊളി സ്ഥലങ്ങളാണ്. റോഡിൻ്റെ 2 സൈഡും ഫ്ലവറുകളൊക്കെ ചെടികളൊക്കെ വെച്ച് ഫാക്ടറികളിൽ നിന്നൊക്കെ പുക പൊന്തി വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫാക്ടറിയിൽ നിന്ന് പുക ഇങ്ങനെ പൊന്തി തുടങ്ങിയാണ്. അവിടുത്തെ വർക്കുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ രാത്രി ഇങ്ങനെ കണ്ടല്ലോ ഓരോ ചുവന്ന ലൈറ്റിങ്ങനെ, അതിൻ്റെ വേറൊരു വർഷനാണ് അവിടെ കറങ്ങണ കാറ്റാടി പാടം, കാറ്റാടി കേട്ടോ. അപ്പോൾ അതേനി നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിരുന്നത്. എടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം റണ്ണിങ്ങിൽ. പിന്നെ ആ ചോപ്പ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണം. എന്താ വെച്ചാൽ അത് ഓരോ റൗണ്ട് കറങ്ങണതിനനുസരിച്ച് ഓരോ യൂണിറ്റ് വൈദ്യുതി ഇതാവുകയും എൻ്റെ അഭിപ്രായം. ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. എങ്ങനെയായാലും വേറെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അല്ലേ എനിക്കറിയില്ല. പിന്നെ ഒക്കെ തിക്കായ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് അതൊക്കെ അവിടെ കിടക്കുന്നത്. നല്ല കാടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. എന്താ രസം കാണാൻ. ഒരു കടൽ മാതിരി, കടലാ പോയി എന്താ അറിയില്ല. ഏതായാലും അടിപൊളി കാണാൻ. മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ആൾക്കാരവിടെ കേട്ടോ. ഹോസ്പോട്ട് 5 കിലോമീറ്റർ നമ്മളിങ്ങനെ തുരങ്കത്തിൽ കയറി പോകാണ്. തുരങ്കം അയ്യോ, നമ്മളെ തുരങ്കത്തിൽ കയറി. ആദ്യം ഇരുട്ടാട്ടോ ക്യാമറയിൽ. ആ തലക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ളം ഇങ്ങനെ കാണില്ലേ, അത് ഇപ്പുറത്തെ തലക്കത്തെ ഇതാണ് കാണുന്നത്. 3 ലൈനാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതേമാതിരിയാണ് ഇപ്പോൾ നമ്മളെ വയനാട് തുറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അതാ പുറത്തേക്ക് ചാടി. ഓക്കെ, നമ്മളവിടെ വെള്ളം കെട്ടിയിരുത്തിയ കണ്ടല്ലോ, അത് ചെറിയൊരു ഡാമാട്ടോ. അതിൻ്റെ സംഭവപ്പെടാൻ അതിൻ്റെ ഒരു ഭാഗമാട്ടോ. ഇതിലേന്ന് വെള്ളമൊക്കെ പിന്നെ അങ്ങോട്ട് കീപ്പിട്ട് അങ്ങോട്ടാണ് പോകണം. അങ്ങനെ അവസാനം നമ്മൾ പോകുന്നത് ആന്ധ്രയിലെ ബീജാപൂർ എന്ന മാർക്കറ്റിൽ, ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പല ജാതി ഫ്രൂട്ട്സുകളുണ്ട്. അല്ല, നമ്മൾ ചെറുനാരങ്ങ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ചെറുനാരങ്ങൻ്റെ മാർക്കറ്റാണ് ഈ കാണുന്നതിൻ്റെ ഏരിയയിൽ ഫുള്ള്. അതേമാതിരി മാങ്ങ. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ ആ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത് വേറൊരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ മാർക്കറ്റിൽ അവിടെ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ചാക്കിൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ ഈ ചാക്ക് സാധനങ്ങളൊക്കെ.
അപ്പോൾ കുറച്ച് ചാക്കിൽ നമ്മൾ തൂക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ പിന്നെ ചാക്ക് കയറ്റൽ തുടങ്ങി, വണ്ടിക്ക് ലോഡ് കയറ്റൽ തുടങ്ങി. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ചാക്ക് 40-45 കിലോൻ്റെ അടുത്ത് ലോഡ് ചാക്കിൽ സാധനം വരുന്നുണ്ട്, ചെറുനാരങ്ങ. അപ്പോൾ ലോഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കണം. അവിടുന്ന് ഏകദേശം ഒരു നമ്മളവിടുന്ന് പോകുന്നത് ആ മാർക്കറ്റിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ 50 കിലോമീറ്ററോളം പോന്നിട്ടാണ് നമ്മൾ ഈ ഗോഡൗണിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. അത് ഇവർ തന്നെയാണ്, ഈ ഗോഡൗൺ തന്നെയാണ് ഈ എന്താണ് ഇയാളുടെ മൂപ്പരൊക്കെ തന്നെയാണ് അവിടെ ആ മാർക്കറ്റിലും കച്ചവടം ചെയ്യണതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളവിടുന്ന് ഇങ്ങനെ പോന്ന് ലോഡൊക്കെ കയറ്റി നമ്മളവിടുന്ന് ഇങ്ങനെ പോന്ന് വീട്ടിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എന്താ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളത്രയും ദൂരം പോരുമ്പോൾ കുറച്ച് ദൂരത്തു നിന്ന് ഇങ്ങനെ വരുമ്പോൾ സംഗതികൾ ഈ ചെറുനാരങ്ങ വാടാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അടിക്കും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കാണുന്നൊരു ഫാൻ ബില്ലാണ്, നമ്മളെ മില്ലാണ്. നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലല്ലോ, കാറ്റാടിപ്പാടാണ്. ആ കാറ്റാടിപ്പാടാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ്. ഏകദേശം 45 കിലോമീറ്ററോളം പോരാനുണ്ട്. പിന്നെ അവിടുന്ന് നല്ലൊരു ആന്ധ്രയിലത്തെ ചായയും കുടിച്ചുകൊണ്ടേ, ആന്ധ്രയിലെ ചായ പിന്നെ പ്രത്യേകം എടുത്ത് പറയണ കാരണം എന്താ വെച്ചാൽ ആകെ 5 രൂപയുള്ളൂ 5 രൂപയുള്ളൂ അവിടുത്തെ ചായക്ക്. പക്ഷെ ആ ചായ ഒരു ചായ തന്നെയാണ്, പൊളി ചായയാണ്. അപ്പോൾ നമ്മളവിടുന്ന് ചായയും കുടിച്ചുകൊണ്ട് വള്ളം പാലും നോടൊക്കെ കെട്ടി ദാർപ്പായൊക്കെ കെട്ടി നമ്മളവിടുന്ന് യാത്ര. അപ്പോൾ ചായ കുടിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് സർവീസ് സ്റ്റേഷൻ വള്ളം പാലും. അതായത് നമ്മളെ ചെറുനാരങ്ങ ഫുള്ള് ലോഡ് നനയ്ക്കണം, കാരണം അത്രയും ദൂരം പോരുമ്പോൾ വാടാതെക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വള്ളം പാലുന്ന രംഗമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു സർവീസ് സ്റ്റേഷനൊക്കെ പറഞ്ഞാൽ ഒരു കഥയാണ്, അവിടുത്തെ കഥയാണ്. കാരണം നമ്മളവിടുത്തെ മാതിരി ഇത്ര സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അവിടുത്തെ ഒരു ചെറിയൊരു വെച്ചട്ടിപ്പേരിൻ്റെ ചെറിയൊരു പമ്പോ സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത്രേ ഉള്ളൂ അവിടുത്തെ സർവീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടുന്ന് ഫുള്ള് ലോഡ് ഫുള്ള് ചാക്ക് ഫുള്ള് നനച്ച് അവിടുന്ന് ലോഡൊക്കെ കെട്ടി. പിന്നെ അവിടുന്ന് ഉച്ചക്കൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചപ്പാത്തിയും റൊട്ടിയും എന്താ അവിടുത്തെ ചപ്പാത്തി അത് പറയാം. നമ്മളെ കണ്ണുമുറ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാത്ത ചേലും പോലും ഇല്ലേ അതന്നെ. അപ്പോൾ നല്ല ചൂടുള്ള ചപ്പാത്തിയും അവിടുത്തെ ആലു പരിപ്പ് എന്തൊക്കെയാണ് പല ജാതി കറികളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ യാത്ര ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര ഇങ്ങനെ തിരിച്ചു. അതിൻ്റെ ഇടയിൽ കണ്ടൊരു മില്ലാണ് ഇത്, ഫാനിൻ്റെ ചിറക്. ഇനി അവിടുന്ന് അങ്ങനെ ഫുള്ള് നമ്മൾ ഇങ്ങനത്തെ സംഗതികൾ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അത് നിർത്തിക്കാണ്ട് നമ്മളൊരു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അത് നമുക്ക് നേരിട്ട് കാണാം. എന്താണ് നാലാള് ഉയരണ്ടില്ലേ? ഇതിങ്ങനെ ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന സംവിധാനമാണ് സൈഡ് ഇതാട്ടോ. നമ്മളിങ്ങനെ പോകുന്നപ്പോൾ ഇങ്ങനെ കണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇത് എന്തായാലും പോകുമ്പോൾ നിർത്തണം വിചാരിച്ചാണ്. അപ്പോൾ ഇത് മറ്റേ സംഭവം നമ്മളെ എന്താണ് കാറ്റാടി, അതിൻ്റെ ചിറകാണത്. ഇതിങ്ങനെ പോണോടത്ത് മുഴുവനും ഉണ്ട്. ഈ വണ്ടി ഈ സാധനം കൊണ്ടുപോകുന്ന വണ്ടിയാണിത്. ഇതിൻ്റെ നീളം കണ്ടോ, എന്നാ അമ്മാതിരി നീളമാണ്. ഇതിൻ്റെ നീളം കണ്ടോ, അമ്മാതിരി നീളം, എത്രങ്ങാനും നീളമാണ്. എന്താ
നാട്ടിൽ നല്ലോണം ബെൻഡായിക്കണം, പക്ഷെ എടുത്ത നാട്ടിൽ തീരെ ബെൻഡായി. ഒരു ട്രാക്ടർ കണ്ടോളി, ഗവൺമെന്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. എന്താണ് ട്രാക്ടറിന്റെ കോലം. കണ്ടോളി, അലങ്കാരത്തിന്റെ അങ്ങേ തല. അപ്പൊ ഈ ലീഫ് കണ്ടില്ല നിങ്ങള്, ഇങ്ങനെ 3 എണ്ണാണ് ഒരു ഇതുമുണ്ടാക്കുക. അതിൻ്റെ 3 എണ്ണത്തിൽ ഒറ്റൊന്നിൻ്റെ ഇതാണിത്. ഏകദേശം 72 മീറ്ററാണ് ഈ ഒരു ചിറകിൻ്റെ നീളം വരുന്നത്. ഇതിൻ്റെ കാല് 3 അല്ലെങ്കിൽ 4 ഇതേമാതിരി വലിയ കോയിൽ, ആ വലിയ കോയിൽ ഇതേമാതിരി 3 4 ഒരു ഇത് വരുന്നത്. അങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് ഇത്. നമ്മളിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ട അത്ഭുതം. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തി സംഗതികൾ ചോദിച്ചതാണ്. നല്ല അടിപൊളി കാലാവസ്ഥ, കരിമ്പൊക്കെ ഇങ്ങനെ പൂത്ത് വിലഞ്ഞിങ്ങനെ നിൽക്കണുണ്ട്. സൂര്യൻ ഇങ്ങനെ പടിഞ്ഞാറ് ഇങ്ങനെ അസ്തമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചിറകാണ് നിൽക്കുന്നത്. 1 2 3 4 5 എണ്ണം. ഹെലികോപ്റ്ററിന്റെ ചിറകല്ല കേട്ടോ, കാറ്റാടിന്റെ ചിറക്. വില കഴിഞ്ഞ് രാത്രിയാണ് പോകുക കേട്ടോ. ഏകദേശം ഒരു 12 ശേഷമാണ് ഇവരിങ്ങനെ ബലിക്ക് ജീവൻ വെക്കുക. അതോടെ ഇവര് ഇങ്ങനെ അവിടെ സൈഡാക്കി ഇടും, ഇങ്ങനെ ഇടും. മണിക്കൂറിലാകെ 40 കിലോമീറ്റർ പോലും ഓടുള്ളൂ. അതിന്റെ മാപ്പിട്ട് പോലും ഓടൂല. 72 മീറ്റർ അല്ലേ ചിറകിന്റെ നീളം? 72 മീറ്ററാണ് ഇതിന്റെ ചിറകിന്റെ നീളം. പിന്നെ ആ ബാക്കിലുള്ള വണ്ടികളൊക്കെ ഇവർക്കുള്ള എസ്കോർട്ടാണ്. റോഡാകെ ബ്ലോക്കായി.
പച്ചപ്പായി കാണാൻ നല്ല രസമുള്ളതാണ്. പക്ഷെ മൃഗങ്ങളൊക്കെ എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരവും ഇല്ല. അതെ, ആന തന്നെയാണ്. ആന ആന അവിടെ, ആന 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 അവിടെ, ആന ഒറ്റയാന. ഈ പുല്ല് മണ്ണൊക്കെ വാരിടുന്നുണ്ട്. ചേമാര് പോകാം. പോട്ടെ 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 അവിടെ അങ്ങനെ നമുക്കൊരു ആനനെ കിട്ടിട്ടോ. ഒരു മൃഗങ്ങളെ നമ്മൾ കണ്ടില്ല നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കിനി. അപ്പോൾ ഒരു ആനനെ കിട്ടി. അടിപൊളി ഒരു ആന. കൊമ്പനെന്നല്ല, പെണ്ണാണ്. ഇനി ആരെ കിട്ടുക നമുക്ക് നോക്കാം. പിന്നെ മാനാളൊക്കെ കണ്ടിരുന്നു കേട്ടോ. എന്താ മാനാള ആ മൂലം നമ്മളെ പപ്പുവിന്റെ റോളർ ഇവിടെ പഞ്ചറായിക്കാണ് കേട്ടോ. ടയർ പഞ്ചറായിക്കാണ്. കുതിരന്റെ എംബ്ലൊക്കെ ഉണ്ടല്ലേ, അമേരിക്കന്റെ കസ്റ്റമറാണ്. പാട്ടിച്ച കള്ളന്മാരാ പല്ലേ. കവറടക്കം നിന്നാ അട്ടക്കപ്പയാളെത്തുന്നാണ്. ഫുള്ള് ബ്ലോക്ക് ആട്ടോ ഇവിടെ. ഈ മുതുമലയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. അപ്പൊ അതിന്റെ തിരക്കാണ് ഇവിടെ. ഫുള്ള് ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്ക്. കുരങ്ങന്മാർക്ക് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം ഓരിങ്ങനെ തിന്നണം. ഒരു ചെറിയൊരു കുട്ടി, ഒരു കുട്ടി അതിനെ കത്തി ഒരു ഒറ്റ ആനനെ കണ്ട്. പിന്നെ കുറച്ച് ദൂരത്താണെങ്കിലും കുറച്ച് ദൂരത്ത് ഒരു കൂട്ട ആനനെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ വണ്ടി പോണ ഇതിലായതുകൊണ്ട് വല്ലാതെ ക്ലിയർ അല്ല. എന്നാലും കുറേ മാനുകൂട്ടം. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി വീഡിയോയുമായി അടുത്ത ദിവസം കാണുമ്പോഴേക്കും സ്റ്റാച്ചു. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. മാൻകാര സമ്മേളനമാണല്ലോ മാൻകൂട്ടം. വല്ല സമ്മേളനം കേട്ടോ. ഈ ഒക്കെ കുട്ടികളാണ് ഇതില്. ഒക്കെ കുട്ടിയാണ്, ചെറിയ ചെറിയ ആട്ടുകുട്ടിയാണ്.